ജേർണിയുടെ എൻറ്റർ പോർഷൻ ഈസ് ലൈക്ക് റണ്ണർ ചേസർ. ഒരാൾ റൺ ചെയ്യുന്നുണ്ടാവും, ഒരാൾ ചേസ് ചെയ്യുന്നുണ്ടാവും. ചേസ് ചെയ്യുന്ന എന്താണ്, ലൈക്ക് ആ ഒരു വ്യക്തി എൻ്റെ ട്വിൻ ഫ്ലെയിം ഒരിക്കലും എണീറ്റിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ജേർണിയിൽ ഇന്നോവോക്സ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോവോക്സ് ചെയ്യാൻ പോകുന്ന ആളുകളായിരിക്കും, നിങ്ങൾ ജേർണിയിലെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും, വോട്ടെവർ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും ലൈക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകാൻ പാടില്ല. കാരണം നിങ്ങൾ കോൺഷ്യസ്നെസ്സിലല്ലെങ്കിൽ പോലും നിങ്ങളുടെ സോളിനെ നന്നായിട്ടറിയാം ഇറ്റ്സ് മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, എൻ്റെ ട്രൂ പാർട്ട്ണറാണ് എൻ്റെ ട്വിൻ ഫ്ലെയിം. അതുകൊണ്ട് തന്നെ സോളിൻ്റെ എനർജിയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ലൈക്ക് എനിക്ക് അവരില്ലാതെ പറ്റത്തില്ല എന്നുള്ളത്. സോ അതൊരു പോയിൻ്റാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഒരുമിച്ചാണ് എർത്തിലേക്ക് വരുന്നുള്ളത്. നിങ്ങളുടെ റീയൂണിയന് വേണ്ടി വീണ്ടും നിങ്ങൾ ഈ ബർത്തിൽ ജന്മം എടുക്കുന്നുണ്ടാവും. കുറേ കർമാസ് ക്ലിയർ ചെയ്ത് റീയൂണിയനാണ് നിങ്ങൾ രണ്ട് സോളിൻ്റെയും പർപ്പസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഓടുക എന്നുള്ളത്, അതായത് കുറേ കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ഫേസിൽ പെട്ടെന്ന് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് കണക്റ്റഡ് ആവുന്ന ടൈമിൽ സോള് മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇൻ ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഓടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിറർ എക്സസൈസ് ചെയ്യുക, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഹീൽ യുവർ സെൽഫ്. നിങ്ങളെ ഹീൽ ചെയ്തിട്ട് നോക്കുക, ലൈക്ക് നിങ്ങൾ ട്രൂ സെൽഫിലാണോ ചേസ് ചെയ്യുന്നത്. റൺ ചെയ്യുന്നതിന് മെയിൻ റീസൺ നിങ്ങളുടെ ട്രൂ സെൽഫിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അത് റിഫ്ലക്റ്റ് ചെയ്ത് ഓടുന്നുള്ളത്. അപ്പം നിങ്ങൾ ഫസ്റ്റിലെ തന്നെ മിറർ എക്സസൈസിലൂടെ നിങ്ങളുടെ ഈ ഒരു എനർജിയെ നിങ്ങൾ ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൂ സെൽഫിലല്ല നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂ സെൽഫിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക. ഒരു എനർജീസ്. അപ്പോൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി ഹീൽ ചെയ്യുമ്പോൾ ട്വിൻ ഫ്ലെയിം ഇറ്റ് സെൽഫ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പം അതുപോലെ ഓരോ കാര്യങ്ങളും ഹീൽ ചെയ്ത് ഈ ഓൺ ആൻഡ് ഓഫിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളെ ട്രിഗർ ചെയ്തിട്ടാണ് ഇവർ പോകുന്നുള്ളത്. തിരിച്ചു വരുമ്പോൾ തിരിച്ചവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീലായി എന്നുള്ള മീനിങ് ആണ്. ഇനി തിരിച്ചു വരുന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഹീലായിട്ടില്ല ഇതുവരെ. അതിനുശേഷം നെക്സ്റ്റ് ട്രിഗറിങ് വരാൻ വരുന്നുണ്ടാവും. ഓക്കെ, എപ്പോഴും നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണി എപ്പോഴും ട്രിഗറിങ് ആണല്ലേ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എപ്പോഴും നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് റൊമാൻറ്റിക് സൈക്കിൾസ് വരാറുണ്ട്. ലൈക്ക് നിങ്ങളുടെ ജേർണീനെ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ യൂണിയനും വരുന്നുള്ളത്. സോ accept your journey, accept and focus on your healings. Thank you.